സ്വരതാളലയത്തിൽ അലിഞ്ഞ കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം 21ാം വർഷത്തിലേക്ക് 2026 പ്രതിമാസ പരിപാടിക്ക് തുടക്കമായി. ജനപ്രതിനിധികൾക്ക് ആദരവും നൽകി. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ 2026 വർഷത്തെ പ്രതിമാസ പരിപാടികൾക്ക് തുടക്കമായി. പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്ന സംസ്ഥാനതല സംഗീത മത്സരം ഉൾപ്പെടെ നിരവധി സംഗീത പരിപാടികൾ, നാടകോത്സവം, ദേശീയ ഫിലിം ഫെസ്റ്റിവൽ, നൃത്ത പരിപാടികൾ, നാടക ക്യാമ്പുകൾ തുടങ്ങി നിരവധി വ്യത്യസ്ത പരിപാടികളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിമാസ പരിപാടികളിൽ ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാടിന്റെ കേന്ദ്രമായ അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് കലാസാംസ്കാരിക പരിപാടികൾ നടക്കുന്നത്. ഈ വർഷത്തെ കലാസാംസ്കാരിക പരിപാടികൾക്ക് മുന്നോടിയായി 2026-2030 വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആർട്ട് ഫോറം അംഗങ്ങളെ ആദരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മഹമ്മൂദ് മുറിയനാവി, കൗൺസിലർമാരായ എം പ്രശാന്ത്, പി ഹുസൈൻ, അനിൽ വാഴ്ന്നൂറടി, പി ചന്ദ്രൻ, എം ബൽരാജ്, സൗമ്യ സുനിൽ, പി മണി, എൻ ഉണ്ണികൃഷ്ണൻ, ശ്രീരാമൻ ആവിയിൽ, നീലേശ്വരം നഗരസഭാ കൗൺസിലർ പി.യു. രാമകൃഷ്ണൻ എന്നിവരെയാണ് ആദരിച്ചത്. മുതിർന്ന അഭിഭാഷകരായ CK ശ്രീധരൻ, MC ജോസ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ആർട്ട് ഫോറം പ്രസിഡന്റ് വി സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ചന്ദ്രൻ ആലാമിപ്പള്ളി സ്വാഗതവും ട്രഷറർ ബി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പിന്നണി ഗായകൻ KK നിഷാദിന്റെ നേതൃത്വത്തിൽ നിരവധി ഗായകരെ അണിനിരത്തി മാനന്തവാടി രാഗതരംഗ് ഓർക്കസ്ട്രയുടെ സംഗീത നിശ അരങ്ങേറി. വൻ ജനപങ്കാളിത്തത്തിൽ 4 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത പരിപാടിയിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.